സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അത് യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 2.2. ഓക്കെ, 2.2 എടുക്കൂ. അതില് പ്രൂവ് ദി ഫോളോയിങ് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 1. Prove that 3 sin inverse x is equal to sin inverse 3x minus 4x cube. Question condition on x element of closed interval minus half half. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 3 sin inverse x equal to sin inverse 3x minus 4x cube. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന ലെഫ്റ്റ് കാണുന്ന sin inverse x-ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ആദ്യം. അപ്പോൾ നമുക്ക് sin inverse x-ന് തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ കൊടുത്താൽ x എന്താവും? x ഈക്വൽ ടു sin inverse റൈറ്റിലോട്ട് വരുമ്പോൾ sin തീറ്റ എന്നാവും. ഇനി നമ്മൾ കൊടുത്ത ഈ തീറ്റ നൊട്ടേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് സൈഡ് 3 തീറ്റ ഈക്വൽ ടു an എക്സ്പ്രഷൻ. ഇനി ചെയ്യുന്നത് ഈ സൈൻ ഇൻവേഴ്സിനെ എടുത്ത് ഈ 3 തീറ്റയ്ക്ക് അടുത്ത് വെക്കുക. അപ്പൊ അതെന്താവും? സൈൻ 3 തീറ്റ. അപ്പൊ സൈൻ 3 തീറ്റ എന്താണെന്ന് നമുക്കറിയാം. സൈൻ 3 തീറ്റ എന്ന ഐഡന്റിറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സൈൻ 3 തീറ്റ ഈക്വൽ ടു എന്താണ് ഐഡന്റിറ്റി? 3 sin theta minus 4 sin cube theta. Who is that? ആരാ പറഞ്ഞത്? ഐഡന്റിറ്റി നേഹ. ഓക്കെ, ഗുഡ്, മറന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കൂ. ഈ സൈൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സൈൻ തീറ്റ എക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3x മൈനസ് 4x ക്യൂബ് എന്നായി. ഇനി ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എക്സ്പ്രഷനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ സൈനിനെ വശം മാറ്റുക, റൈറ്റിലേക്ക് കൊണ്ടുപോവാ. സൈനെ വശം മാറ്റുമ്പോൾ സൈൻ ഇൻവേഴ്സ്. സോ 3 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. 3 തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. ഓക്കെ, അതിന് ആ തീറ്റ തിരിച്ച് റീപ്ലേസ് ചെയ്താൽ മതി എക്സ് കൊണ്ട്. തീറ്റ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ്. സോ 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ടീച്ചർ, ക്ലിയർ. എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. Prove that it is prove that 3 cos inverse x equal to cos inverse 4x cube minus 3x x element of the closed interval half 1. Okay, അപ്പൊ ഇത് നോക്കുക. എന്തായിരിക്കും ഇവിടെ തീറ്റ? തീറ്റ എന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ തീറ്റയാണ്. അപ്പൊ എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സ് എക്സിന് തീറ്റ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യൂ. ചെയ്യൂ. എക്സ് കോസ് തീറ്റ എന്ന് കിട്ടും. ക്വസ്റ്റിലെ എക്സ്പ്രഷനിലെ കോസ് ഇൻവേഴ്സ് ലെഫ്റ്റിൽ വന്നാൽ വായിക്കുമ്പോൾ കോസ് തീറ്റയിൽ ലെഫ്റ്റ് സൈഡ്. സോ വി സ്റ്റാർട്ട് വിത്ത്
the identity cos 3 theta. Or 4 cos cube theta minus 3 cos theta. Substitute ചെയ്യാം. Cos റൈറ്റിലോട്ട് പോകുമ്പോൾ cos inverse theta replace ചെയ്യാം. Ready അല്ലേ? കിട്ടി? Okay. നെക്സ്റ്റ് പറയാൻ പോകുന്ന നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കുക മീൻസ് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Prove that tan inverse 2/11 plus tan inverse 7/24 equal to tan inverse 1/2. Tan inverse 1/2. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റിലോട്ട് വരണം. നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി tan inverse x plus tan inverse y. എന്താണ് tan inverse x plus tan inverse y? It is tan inverse x plus y by 1 minus xy. ആണോ? Tan inverse x plus y by 1 minus xy. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ആണ്. അപ്പോഴേ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിറ്റി അറിഞ്ഞാലേ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു, അത് അപ്ലൈ ചെയ്യാണ് ഐഡന്റിറ്റി. tan inverse x plus tan inverse y. It is equal to tan inverse x plus y. X ഇവിടെ 2/11 ആണ്, y is 7/24. So 2/11 plus 7/24 divided by 1 minus xy. 2/11 into 7/24. Now let's simplify ചെയ്യാം. Tan inverse. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മിക്കവാറും കുറെ പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ എക്സ്പ്രഷനിലും ഇതിന്റെ സിംപ്ലിഫിക്കേഷനും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ tan inverse വിട്ടുപോകും സ്റ്റെപ്പിന്. ഇതില്ലാതെയാണ് പിന്നെ താഴോട്ട് സ്റ്റെപ്സ് വരിക. അത് ശ്രദ്ധിക്കണം. tan inverse കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാം. 24 into 11 denominator 264 numerator ന്റെ denominator multiply ചെയ്യാം. 48 11 into 77 whole by ഈ 11 into 24 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യണം. It is 264 minus 14 divided by denominator 264. So we can cancel that denominators. രണ്ട് denominators cancel ചെയ്യാം. That is equal to tan inverse 125 divided by 264 minus 14. It is 250. That is tan inverse 125 into 2 ആണ് 250. So it is 1/2. That is the right hand side. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Tan inverse 1/2. Steps are clear അല്ലേ? Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഴുതിയില്ലേ?
ഫോൺ മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല ടീച്ചർ, ക്ലിയർ ആയി. Clear. Okay. The next question, fourth one. Prove that 2 tan inverse 1 by 2 plus tan inverse 1 by 7. 2 tan inverse 1 by 2 plus tan inverse 1 by 7 is equal to tan inverse 31 by 17. 31 by 17. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് അങ്ങ് വേഗം tan inverse x plus tan inverse y അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് ടേം ഈസ് 2 tan inverse 1 by 2. അപ്പൊ 2 tan inverse എക്സിന്റെ ഐഡന്റിറ്റി സെക്കൻഡ് ടേം ടാനിൽ ആയതുകൊണ്ട് 2 tan inverse എക്സിന്റെ ഐഡന്റിറ്റി ടാനിലുള്ള ഐഡന്റിറ്റി വേണം അപ്ലൈ ചെയ്യാൻ. ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം പിന്നെ പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 tan inverse x is equal to എന്താ ഓർക്കുന്നുണ്ടോ? Tan inverse 2x by 1 minus 2x by 2x by 1 minus 1 minus. Okay. ഐഡിയുടെ വാല്യൂ കൊണ്ട് നമ്മൾ മെയിൻ സ്കെയിലേക്ക് വന്നാലും മതി. അപ്പോൾ x ന് എന്താ കൊടുക്കുക? 1 by 2. 2 tan inverse 1 by 2 is equal to tan inverse x ന് 1 by 2 കൊടുക്കണം. 2 into 1 by 2 divided by 1 minus 1 by 2 square. That is equal to 2. ഇവിടെ cancel ചെയ്യാം. Tan inverse 1 divided by 1 minus 1 by 4. 1 by 2 square is 1 by 4. Tan inverse 1 by 1 minus 1 by 4. 4 minus 1, 3 by 4. It is tan inverse 4 by 3. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ടേം നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അതിന്റെ വാല്യൂ tan inverse 4 by 3 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. LH is equal to ഫസ്റ്റ് ടേമിന് tan inverse 4 by 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെക്കൻഡ് ടേം is tan inverse 1 by 7. ഇപ്പോൾ ഇത് tan inverse x plus tan inverse y ഫോമിലേക്ക് മാറി. അപ്പോൾ ആ ഫോർമുല നമുക്ക് അടുത്ത യൂസ് ചെയ്യാം. tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus x. Tan inverse 4 by 3 plus 1 by 7 by 1 minus 4 by 3 into 1 by 7. That is equal to tan inverse. ഇനി ബാക്കി simplification. 21 denominator 28. 7 into 4 28 plus 3 into 1 3 divided by 21 denominator 21 into 1 21 minus 4 denominators cancel ചെയ്യാം. Tan inverse 31 divided by 17. That is the right hand side. Clear ആണോ? എഴുതിയില്ലേ? Okay. Then next, write the following functions in the simplest form. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനാണ് കുറെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന് സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്കിനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് tan inverse ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. സിംപ്ലിഫൈ tan inverse root of 1 plus x square minus 1 divided by x, or x is not equal to 0. ഇതിനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷനെ.
അപ്പം എക്സിന് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു വാല്യൂ എന്തോ ഒരു എക്സ്പ്രഷൻ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറും. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ്. അത് നമുക്ക് ഐഡിയ ഫോം കാണുമ്പോൾ ഐഡിയ വേണം. അപ്പൊ അതിന് ഫസ്റ്റ് ഇയർ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. അതെല്ലാം ഓർമ്മ വേണം, എങ്കിലേ ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്നാവും. ടാൻ ഇൻവേഴ്സ് root of എന്താ 1 plus tan square theta sec square theta minus 1. സോറി, ഇവിടെ ഡിനോമിനേറ്ററിന് നമുക്ക് എക്സിനെ റീപ്ലേസ് ചെയ്യണം tan theta കൊണ്ട്. tan theta divided by tan theta, that is equal to tan inverse. ഇനി root sec square is sec theta minus 1 by tan theta. ഇപ്പോഴും ഇതൊന്നും ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറിയിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് സൈനും ടാനും റീപ്ലേസ് ചെയ്യുക. സോറി, സീക്കിനെ 1 ബൈ കോസ് എന്നും ടാനിനെ സൈൻ ബൈ കോസ് എന്നും എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ന്യൂമറേറ്റർ സിംഗിൾ ടേം ആക്കാൻ വേണ്ടി അതിനെ കമ്പൈൻ ചെയ്യാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ കോമൺ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ബൈ കോസ് തീറ്റ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ടേംസ് ഒക്കെ ചാടി പോവാതിരിക്കാൻ വേണ്ടി ഇത്രയും ഇങ്ങനെ ലെങ്തി ആയി വരുമ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കാം. അപ്പോ ഇപ്പോഴും സിംപ്ലിഫൈഡ് ഫോം ആയിട്ടില്ല. എഗെയിൻ നമുക്ക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണം. 1 മൈനസ് കോസ് തീറ്റ എന്ന ആംഗിളിനെ ഹാഫിലേക്ക് മാറ്റണം. അതുപോലെ ഡിനോമിനേറ്ററും തീറ്റ എന്ന ആംഗിളിനെ ഹാഫ് ആംഗിൾ മീൻസ് തീറ്റ ബൈ 2 മാറ്റണം. എങ്കിലേ നമുക്ക് ഇവിടെ സിംപ്ലിഫിക്കേഷൻ നടക്കും. പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 1 മൈനസ് കോസ് 2 തീറ്റ പറയാൻ പറ്റുമോ? എന്നൊരു ഐഡന്റിറ്റി പഠിച്ചില്ലേ? 1 മൈനസ് കോസ് 2 തീറ്റ ചെയ്യില്ല അല്ലേ? ഇറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. നമ്മളിവിടെ ഉപയോഗിച്ചത് 1 മൈനസ് കോസ് 2 തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ഇതാണ് യൂസ് ചെയ്തത്. ഇവിടെ തീറ്റ ആണ് ആംഗിൾ, ഹാഫ് ആവുമ്പോൾ തീറ്റ ബൈ 2 ആവും. ഇനി ഡിനോമിനേറ്റർ സൈൻ തീറ്റ, അതിന് ഹാഫ് ആംഗിളില്, അതായത് സൈൻ 2 തീറ്റ നമുക്കറിയാം. എന്താ സൈൻ 2 തീറ്റ? കോസ് തീറ്റ. അപ്പൊ ഇവിടെ തീറ്റയാണ്. നോക്കൂ, 2 തീറ്റ എന്നുള്ളതാണ് ഹാഫ് ആംഗിളിലേക്ക് മാറി തീറ്റ ആവുന്നത്. അപ്പൊ തീറ്റ ഹാഫ് ആംഗിളിലേക്ക് മാറുമ്പോൾ തീറ്റ ബൈ 2 ആവും. അപ്പൊ ഇത് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു സൈൻ തീറ്റ ബൈ 2 സ്ക്വയർ അങ്ങ് പോവും. സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ പോയി. ഈ ടേം സൈൻ തീറ്റ ബൈ 2 എന്ന് മാത്രമായി. ഡിനോമിനേറ്റർ ഇസ് കോസ് തീറ്റ ബൈ 2. ഇനി ഒന്ന് അത് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഈസ് ടാൻ തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ടാൻ ആയി. അതായത് ടാൻ ഇൻവേഴ്സ് ടാൻ, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സും ഫംഗ്ഷനും ഒന്നിച്ച് ഒരു എലമെന്റിൽ ആക്ട് ചെയ്താല്, അതായത് നോക്കാം, ഇത് എഫ്, എക്സിനെ എഫ് വൈയിലേക്ക് കൊണ്ടുവന്നു. ഈ വൈയെ തിരിച്ച് എഫ് ഇൻവേഴ്സ് തിരിച്ച് എക്സിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അപ്പൊ എന്ന് വിചാരിക്കാം, ഈ രണ്ടുകൂടെ ഒന്നിച്ചാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക എലമെന്റില്. അപ്പോ നമുക്ക് എന്ത് തന്നെ കിട്ടും? എഫ് ഇൻവേഴ്സ് ഒന്നിച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ് തന്നെ കിട്ടും. കാരണം എലമെന്റ് ഇവിടെ പോയി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ അതുപോലെ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 ഈസ് തീറ്റ ബൈ 2.
ഫംഗ്ഷൻ ഇൻവേഴ്സും ഒന്നിച്ച് ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്താ ഐ ആണ്, ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഇസ് ഐ, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇവിടെ രണ്ടും കൂടെ വരികയാണ്, ഫംഗ്ഷനും ഇൻവേഴ്സും കൂടെ. അപ്പൊ അത് θ/2 ആയി. തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് തീറ്റ, അതിന് മാറ്റണം. ക്വസ്റ്റ്യനിൽ തീറ്റ ഇല്ല. അപ്പൊ ഇവിടെ നോക്കുക, എക്സിനാണ് നമ്മൾ ടാൻ തീറ്റ കൊടുത്തത്. ഇവിടെ നിന്ന് ടാൻ ഇങ്ങോട്ട് വരുമ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2, or it is half tan inverse x. Tan inverse x by 2 എന്ന് എഴുതുമ്പോൾ എക്സിന് മാത്രം ഡിനോമിനേറ്റർ കൊടുത്താൽ എക്സ്പ്രഷൻ വാല്യൂ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ആയിട്ട് ഫ്രണ്ടിൽ എഴുതിയത്. അല്ലെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. ഹിയർ അപ്പോ ആ ഫസ്റ്റ് ഇയറിന്റെ ഐഡന്റിറ്റീസ് ഒന്നും എല്ലാവർക്കും തരമല്ല, അതിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെ മാത്രമല്ല, നമുക്ക് ഇനി ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷൻ എല്ലാം വരുന്ന സമയത്ത് ഐഡന്റിറ്റീസ് എല്ലാം യൂസ് ചെയ്യേണ്ടതാണ്. അതൊക്കെ ഒന്നുകൂടെ ഫ്രഷപ്പ് ചെയ്യണം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ്. റെഡിയായോ? എഴുതിയോ? ടീച്ചർ. ഓക്കെ. നെക്സ്റ്റ് ഇനി നമുക്ക് 6th നോക്കാം. 6th ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് 1/√(x²-1). Tan inverse 1/√(x²-1) mod x greater than 1. Mod x is greater than 1. അപ്പൊ ഇനി ഇവിടെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ നടക്കും? കഴിഞ്ഞ കേസിൽ 1 + x² ആയിരുന്നു. ഇവിടെ x²-1 ആണ്. അപ്പൊ ഇവിടെ ടാൻ കൊടുത്തിട്ട് കാര്യമില്ല എക്സിന്. അപ്പൊ എക്സിന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സീക് തീറ്റ. x ഈക്വൽ ടു സീക് തീറ്റ. ടാൻ ഇൻവേഴ്സ് 1/√(sec²θ-1). sec²θ-1 പറയാമോ? 1 + tan² ആണ് sec²θ. So what is sec²θ-1? എന്തായിരിക്കും? sec²θ-1 എന്തായിരിക്കും? Tan square theta. Yes. Tan square theta. Tan square theta. So it is equal to tan inverse 1/√tan square is tan. It is equal to tan inverse 1/tan is cot. ആണോ? Cot. അപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് വരുമ്പോൾ അത് സിംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് ടാൻ തന്നെ വരണം. ഇൻവേഴ്സും ഫംഗ്ഷൻ ഒന്നിച്ച് ആക്ട് ചെയ്താലേ നമുക്ക് എലമെന്റ് കിട്ടിയിട്ട് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ കോട്ടിനെ ടാനിലേക്ക് മാറ്റണം. പറയാമോ എങ്ങനെ മാറ്റാം കോട്ടിനെ? വാട്ട് ഈസ് tan π/2 minus theta? Cot theta. Cot theta. അപ്പൊ cot theta നമുക്ക് tan π/2 minus theta എന്ന് കൊടുക്കാം. ഇപ്പൊ നോക്കാം, tan ഇൻവേഴ്സ് tan വന്നു, ഇതങ്ങ് പോയിട്ട് എലമെന്റ് കിട്ടും നമുക്ക്. പോയിട്ട് മീൻസ് ഐ ഓഫ് എന്ന് ആണ് അത് മാറുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു π/2 minus theta. വീണ്ടും തീറ്റ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ എക്സ് ആണ് സീക് തീറ്റ. ദെൻ സീക് ഇൻവേഴ്സ്, സീക്കിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വന്നാൽ സീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. So it is
pi by 2 minus sec inverse x. Theta is sec inverse x. Okay, അല്ലേ? ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് എല്ലായിടത്തും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പറയാറുണ്ട് ഞാനത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നോക്കണം. പ്രാക്ടീസ്, നല്ല പ്രാക്ടീസ് വേണം. Seventh question. Simplify tan inverse root of 1 minus cos x by 1 plus cos x. X less than 5. Tan inverse root of 1 minus cos x by 1 plus cos x. X is less than 5. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി 1 മൈനസ് കോസ് എക്സ് കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഐഡന്റിറ്റി തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് എക്സിന് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 മൈനസ് കോസ് തീറ്റയോ മറ്റോ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യനിൽ ഐഡന്റിറ്റി അപ്ലൈ ചെയ്തില്ലേ? 1 മൈനസ് കോസ് എക്സ് is 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. Similarly, 1 plus cos x is 2 cos square x by 2. The actually identity is 1 minus cos 2x is 2 sin square x. 1 plus cos 2x is 2 cos square x. Angle ഇവിടെ പകുതിയാണ്, 2x ന്റെ ഹാഫ് ഉള്ളത്. അപ്പോൾ റിസൾട്ടിലും ആംഗിളിനെ ഹാഫ് ആക്കണം. അങ്ങനെയാണ് ഇവിടെ x by 2 വരുന്നത്. Tan inverse ഇവിടെ sin by cos, ഇവിടെ റൂട്ട് ഉണ്ട് അല്ലേ? സോറി, റൂട്ട്. അപ്പൊ 2 ക്യാൻസൽ ചെയ്തു. sin square x by 2 by cos square x by 2 റൂട്ടും കൂടെ ആകുമ്പോൾ നമുക്കത് tan x by 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? റൂട്ട് ഓഫ് tan സ്ക്വയർ tan x by 2. So it is equal to x by 2. അതിന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് x by 2. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇതെല്ലാം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം sin 2x cos 2x കണ്ട സമയത്ത് കൂട്ടത്തിൽ പറഞ്ഞ ഇതാണ്. അപ്പൊ അത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് ഇനി പഠിക്കണം. ഈ വർഷം കൂടുതലായിട്ട് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേഷൻ വരുമ്പോഴും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് തറോ ആക്കണം. Then next 8th question വരാം. Tan inverse, simplify tan inverse cos x minus sin x by cos x plus sin x. Sin x 0 less than x less than 5. ഇനി ഇങ്ങനെ ഇപ്പൊ നോക്കുക, ടേംസ് ഇങ്ങനെ കോസും സൈനും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ടാൻ എക്സ്പ്രഷനിലേക്ക്, ഇവിടെ ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ടാൻ എക്സ്പ്രഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ നടക്കൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ടാനിലേക്ക് ടേംസ് മാറാൻ cos x കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അതന്നെ tan inverse cos x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. cos x മൈനസ് ഓരോന്നിനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. cos x by cos x minus sin x by cos x by cos x by cos x plus sin x by cos x. That is equal to tan inverse 1 minus tan x by 1 plus tan x. ഇനി ഇതും നമ്മൾ tan a minus b അല്ലാതെ tan pi by 4 plus x tan pi by 4 minus x ആ രണ്ട് ഐഡന്റിറ്റീസ് ഇവിടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ tan pi by 4 minus x നോക്കൂ, a ഇവിടെ pi by 4 ആണ്, b x ആണ്. അപ്പൊ tan pi ഇത് എന്ത് വരും? tan pi by 4 minus tan x by 1 plus tan pi by 4 into tan x വരും. അപ്പൊ tan pi by 4 ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇത് 1, അതുപോലെ ഇത് 1. നോക്കൂ, അത് 1 minus tan x by 1 plus tan x അല്ലേ? ആണോ? 1 minus tan x by 1 plus tan x ആണത്. അപ്പൊ നമുക്ക് ആ ബ്രാക്കറ്റ് tan inverse tan pi by 4 minus x. ഇതും ആക്ച്വലി ഒരു റെഡിമെയ്ഡ് ഐഡന്റിറ്റി ആയിട്ട് തന്നെ യൂസ് ചെയ്ത് പഠിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷനിലാണ് നമ്മൾ ഇതൊക്കെ എടുത്തിടേണ്ടി വരും പെട്ടെന്ന്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ പഠിക്കാം. ഓക്കെ, so it is equal to pi by 4 minus x എന്ന് കിട്ടി. യെസ്, x തന്നെയാണ്. ഇതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം, pi by 4 minus x. നെക്സ്റ്റ് 9th one സിംപ്ലിഫൈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഡൗട്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ x ഈക്വൽ ടു tan തീറ്റ അങ്ങനെയൊക്കെ എടുത്തില്ലേ? ഇതിലെന്താ ടീച്ചർ എടുത്തില്ല? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ 5th 1 6th 1 നമ്മൾ x ഈക്വൽ ടു tan തീറ്റ, x ഈക്വൽ ടു c തീറ്റ അങ്ങനെ എടുത്തില്ലേ? ഈ പ്രോബ്ലംസിൽ എന്താ എടുത്തില്ല? ഈ ക്വസ്റ്റ്യനില് സൈൻ കോസ് ടേംസ് മിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിൽ അങ്ങനെ എക്സിന് ടാൻ തീറ്റ എഴുതാൻ സംഗതി നടക്കില്ല. അപ്പൊ നമ്മള് നോക്കണം, എക്സ്പ്രഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ, എന്താണ് അവിടെ ഏത് രീതിയിൽ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഐഡിയ വരും എങ്ങനെ പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, സൈൻ കോസ് മിക്സ് ചെയ്ത് വന്നാല് ഐഡന്റിറ്റിയിലേക്കൊന്നും പോണ്ട, ടാനിലേക്ക് ടേം മാറാനുള്ള ഒരു കാര്യം എന്ത് ചെയ്താൽ മതി, കോസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താല് ടേംസ് ഒക്കെ അങ്ങ് ടാനിലേക്ക് മാറും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. പറയൂ. cos 2 theta is equal to 1 minus 2 sin square theta അല്ലേ? യെസ്, അതിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്, ഈ ഐഡന്റിറ്റി എടുക്കുന്നത്. അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ഐഡന്റിറ്റീസ്. ഓക്കെ, cos 2 തീറ്റയ്ക്ക് കോസ് സ്ക്വയറിലും സൈൻ സ്ക്വയറിലും വാല്യൂ ഇല്ലേ? ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇത് എഴുതുന്നു. അപ്പൊ അത് തന്നെ എടുത്തിട്ട് എഴുതിയാ പോരെ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ടൈം പോവും. അതുകൊണ്ടാണ് റെഡിമെയ്ഡ് ആയിട്ട് ഇത് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. അപ്പോ 9th വരാം. സിംപ്ലിഫൈ tan inverse x by root of a square minus x square mod x is less than. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ കൂടെ കയറി വന്നു. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പോലെയല്ല. നോക്കുക, ഡിനോമിനേറ്റർ എ. അപ്പൊ നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് എ ചേർത്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്.
ഇവിടെ നമ്മള് എക്സിന് എ സൈൻ തീറ്റ, എന്തിനാ എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്ന വെച്ചാല് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഫോമിൽ കിട്ടിയാലേ നമുക്ക് അതിനെ ടാൻ ആക്കി മാറ്റാൻ പറ്റൂ. കാരണം ഇതിലൊക്കെ ടാൻ ഇൻവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എക്സിന് നമ്മൾ എ സൈൻ തീറ്റ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താവും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ is equal to tan inverse a sin theta by a square റൂട്ടിന് ഔട്ട്സൈഡ്. റൂട്ടിന് ഔട്ട്സൈഡ് ഇത് ഇതിനകത്ത് ഇതാ വേണമെങ്കിൽ ഒരു തെറ്റിപ്പോയിട്ട് നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ഈ റൂട്ടിന് ഔട്ട്സൈഡിലോട്ട് ഇടുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ടൊന്നും വരാൻ പാടില്ല. ഔട്ട്സൈഡിൽ വരുമ്പോ എ ആവും, എ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ അല്ലേ? റൂട്ടിനകത്ത് രണ്ട് ടേംസിൽ എ സ്ക്വയർ കോമൺ ഫാക്ടർ, ആ കോമൺ ഫാക്ടർ നമ്മൾ ഔട്ട്സൈഡിൽ എടുക്കുകയാണ്. എ സ്ക്വയർ റൂട്ടിന് ഔട്ട്സൈഡ് വരുമ്പോൾ എ ആവും, എ ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ്. ഇനി നമുക്ക് എ ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ, ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ പറയൂ, എന്താ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ? cos theta. Yes, 1 minus sin square theta cos square theta. അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ cos theta എന്ന്. Cos theta. That is tan inverse. Sin by cos is tan. നമുക്ക് tan inverse tan theta എന്ന് കിട്ടി. That is equal to theta. ഇനി theta റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് നമുക്ക് theta എടുക്കണം. ആദ്യം sin theta എന്താ നോക്കുക. Sin theta is x by a. Then theta is sin right poണം sin inverse x by a. So it is equal to sin inverse x by a. Answer is sin inverse x by a. അതാണ് അതിന്റെ simplified form. Okay അല്ലേ? Teacher. Okay. A 10th question. Simplify tan inverse 3a square x minus x cube divided by a cube minus 3ax square is greater than 0 minus a by root 3 less than or equal to x less than or equal to a by root 3. അതിന്റെ ആ ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് അതൊക്കെ. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷനെയാണ്. ഇവിടെ tan 3 തീറ്റ എന്ന ഐഡന്റിറ്റി ഒന്ന് മനസ്സിലോട്ട് വന്നാൽ, അപ്പൊ ഈ ഓരോ ഐഡന്റിറ്റീസും മനസ്സിലോട്ട് വരണമെങ്കിൽ നമ്മൾ അതൊക്കെ തറവായിരിക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞു എ വന്നു കഴിഞ്ഞാൽ എ ചേർത്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെന്ന്. അപ്പൊ എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്നാണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സിന് ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3a സ്ക്വയർ a tan തീറ്റ മൈനസ് x ക്യൂബ് a ക്യൂബ് tan ക്യൂബ് തീറ്റ divided by a cube minus 3a into x square a square tan square theta equal to tan inverse. നോക്കൂ, മൾട്ടിപ്ലൈ ചെയ്താൽ 3a cube tan theta minus a cube tan cube theta by
a cube minus 3a cube tan square theta. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ടേംസിലെല്ലാം കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ എ ക്യൂബ് ആണ്. അതിനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ടാൻ ക്യൂബ് ടാൻ ഇൻവേഴ്സ് എ ക്യൂബ് ഇൻറ്റു 3 tan theta minus tan cube theta by denominator outside എടുക്കാം. a cube into 1 minus 3 tan square theta. അപ്പോൾ നമുക്ക് a cube ക്യാൻസൽ ചെയ്യാം. a cube ക്യാൻസൽ. ഇനി ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കൂ. tan ഇൻവേഴ്സ് കഴിഞ്ഞിട്ടുള്ളത് 3 tan theta minus tan cube theta by 1 minus 3 tan square theta is tan 3 theta. Yes, tan inverse tan 3 theta. Tan 3 theta. So that is equal to 3 theta. Tan inverse tan and boy 3 theta. Theta replace here. ആദ്യം ഇതിൽ നിന്ന് tan theta എഴുതാം. Tan theta is x by a. So theta is tan inverse x by a. So it is equal to 3 tan inverse x by a. That's the answer. എഴുതിയില്ലേ? എഴുതിയോ? Teacher. Teacher. Next, find the values of the following values. കാണാനാണ് 11th question. Tan inverse two cos of brackets ഒക്കെ ശ്രദ്ധിച്ചിടണം. Cos of 2 sin inverse 1 by 2. ഇതിന്റെ വാല്യൂ കാണാനാണ്. ഇന്നർ പോർഷന് തുടങ്ങി നമ്മൾ വാല്യൂ കൊടുത്തിട്ട് വരണം. അപ്പോ നോക്കൂ, സൈൻ ഇൻവേഴ്സ് 1 by 2. സൈൻ ഇൻവേഴ്സ് 1 by 2 എത്ര? നമുക്കിപ്പോ റെഡി ആയിട്ട് പറയാൻ കഴിയുണ്ടോ? സൈൻ ഇൻവേഴ്സ് 1 by 2 എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 5 by 6. 1 by 2 it is sin of 5 by 6. So what is x? 5 by 6. So what is sin inverse 1 by 2? 5 by 6 അല്ലേ? 5 by 6. അപ്പോൾ tan inverse 2 cos 2 into ഇനി sin inverse 1 by 2 ന്റെ വാല്യൂ ആണ് 5 by 6. So it is tan inverse 2. ഈ 2 and 6 cancel ചെയ്യാം. Cos 5 by 3. Tan inverse 2 into ഇനി cos 5 by 3 ക്ക് വാല്യൂ കൊടുക്കുക. Cos 5 by 3 means cos 60. എത്ര? 1 by 2. 1 by 2. 1 by 2. 2 into 1 by 2. Again 2 cancel ചെയ്യാം. Tan inverse 1. അതായത് ടാന്റെ ഏത് ആംഗിളിനാണ് 1 എന്ന വാല്യൂ വരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. 5 by 4. 5 by 4. 5 by 4. 45. So tan inverse 1 is 5 by 4. So answer is 5 by 4. എഴുതില്ലേ? Okay. Okay, teacher. Okay.
Next, value, find the values of the following. Value കാണണം നമ്മൾ ഓരോ ക്വസ്റ്റിനും. Next, 12th, cot of tan inverse A plus small a, cot inverse A. അപ്പൊ ഇന്നലെ നമ്മള് ഐഡന്റിറ്റി പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോ കോ ഫങ്ഷൻസ് ഇപ്പം സൈനും കോസും കോ ഫങ്ഷൻസ് ആണ്, കോംപ്ലിമെന്ററി ഫങ്ഷൻസ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. അങ്ങനെ കോംപ്ലിമെന്ററി ഫങ്ഷൻസ് വന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് കണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് 90 കിട്ടും, പൈ ബൈ 2 കിട്ടും എന്നൊരു പ്രോപ്പർട്ടി ഇന്നലെ നമ്മൾ പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ? അപ്പോ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ എന്താവും പറയണം. 5/2. 5/2. That is cot pi by 2. ഇനി എന്താണ് cot pi by 2 ന്റെ വാല്യൂ വരിക? It is cos pi by 2 by sin pi by 2. അല്ലേ? cos pi by 2 0, sin pi by 2 1. So it is equal to 0. ആണോ? Yes, 0. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു മാർക്കിന്. അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 13th. 13th question. Tan half into sin inverse 2x by 1 plus x square plus cos inverse 1 minus y square by 1 plus y square. The conditions are mod x is less than 1, y is greater than 0, xy is less than 1. ഇവിടെ ഇതിനെയാണ് വാല്യൂ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഈ എക്സ്പ്രഷന്റെ വാല്യൂ. ഈ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square, കോസ് ഇൻവേഴ്സ് 1 minus x square by 1 plus x square ഒക്കെ കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇന്നലെ നമ്മൾ എഴുതിയ പ്രോപ്പർട്ടീസിൽ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square ഏതിന്റെ വാല്യൂ ആയിരുന്നു? 2 tan inverse x. 2 tan inverse x. വെരി ഗുഡ്. ആരാത്? ടീച്ചർ ഗോപിക. ഗോപിക. ഇനി നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് 1 minus y square by 1 plus y square. എക്സിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. കോസ് ഇൻവേഴ്സ് 1 minus x square by 1 plus x square എന്നാണ് ഇന്നലെ പറഞ്ഞത് പ്രോപ്പർട്ടി. അപ്പൊ ഇതെന്തായിരിക്കും? 2 tan inverse y. 2 tan inverse y is 2 tan inverse y. നമുക്ക് രണ്ട് ടേമിലും 2 ഉണ്ട്, തന്നെ ഔട്ട്സൈഡിൽ എടുക്കാം. tan of 1 by 2 into 2 ഔട്ട്സൈഡിൽ എടുക്കാം. tan inverse x plus tan inverse y. 2 cancel ചെയ്തു. tan of again ഇപ്പൊ tan inverse x plus tan inverse y ക്ക് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇനി it is tan inverse x plus y by 1 minus xy. അപ്പൊ നമുക്ക് tan inverse ഫംഗ്ഷൻ ഇൻവേഴ്സ് ഇതങ്ങ് പോയി എലമെന്റ് കിട്ടും. So it is equal to x plus y by 1 minus xy. അതിന്റെ വാല്യൂ x plus y by 1 minus xy. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്. 14th ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? 14th.
if sine of sine inverse 1 by 5 plus cos inverse x equal to 1, sine inverse 1 by 5, sine of sine inverse 1 by 5 plus cos inverse x is equal to 1, then find the value of x. What is x? Question. അപ്പോൾ നമുക്കിത് ആദ്യം ഈ സൈനിനെ ഒന്ന് റൈറ്റിലോട്ട് കൊണ്ടുപോവാം, ലെഫ്റ്റിന്. Sine inverse 1 by 5 plus cos inverse x is equal to sine right lo vanal sine inverse avum, sine inverse of 1, sine inverse 1. Sine inverse 1 etra parayu? Pi by 2. Sine pi by 2 aana 1. So sine inverse 1 is pi by 2. Ipo namukku sine inverse 1 by 5 plus cos inverse x is equal to pi by 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1 by 5 എത്രയായിരിക്കണം? കോഫങ്ഷൻസ് സെയിം ആംഗിൾ സെയിം ആയിട്ട് ഇത് ഇങ്ങനെ pi by 2 ആവണം. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ this implies x is equal to 1 by 5. X is equal to 1 by 5. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. Ready? 15. Teacher. Question mark 15. If tan inverse x minus 1 by x minus 2 plus tan inverse x plus 2 by x plus 1 by x plus 2 equal to pi by 4, then find the value of x. നമുക്ക് ഇതൊന്ന് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇത് നമുക്കൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്, എന്നിട്ട് അതിൽ എക്സ് കാണാനാണ്. രണ്ട് റൈറ്റ് സൈഡിൽ പൈ ബൈ 4 ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡ് നോക്കുക, ടാൻ വേഴ്സ് എക്സ് പ്ലസ് ടാൻ വേഴ്സ് വൈ ഫോം ആണ്. അതെന്താണ്? ടാൻ വേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ആ ഫോമിൽ നമ്മൾ ഇതിനെ മാറ്റുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ by 1 minus xy x in the place ഈ expression y ഇതാണ്. That is equal to pi by 4. ഇക്വേഷൻ ആണ്, റൈറ്റ് സൈഡ് എഴുതി പോണം. ഇനി നമുക്ക് ഈ ടാൻ ഇൻവേഴ്സിനെ ഒന്ന് വശം മാറ്റാം. റൈറ്റിലോട്ട് വരുമ്പോൾ ടാൻ ആവും. ഇത് സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യാം, രണ്ടും ഒന്ന് ചെയ്യാം. അപ്പൊ എക്സ് മൈനസ് 1 into x plus 2 plus x plus 1 into x minus 2 whole by x minus 2 into x plus 2. അതിനെ നമുക്ക് x square minus 4 എന്ന് എഴുതാം. a minus b into a plus b അല്ലേ അത്? ആണോ? എഴുതിക്കൂടെ? എഴുതാം. ഇനി ഡിനോമിനേറ്റർ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഡിനോമിനേറ്ററും അത് തന്നെയാണ്, എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. ഈ എക്സ് സ്ക്വയർ മൈനസ് 4 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് ഓഫ്, ഇനി ബാക്കിയുള്ളത് നോക്കുക, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റ് എഴുതുന്നു അവിടെ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഡിനോമിനേറ്റേഴ്സ് കട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയാണ് എഴുതിയിരിക്കുന്നത്. ഈ ടാൻ ഇൻവേഴ്സ് ഇങ്ങനെ റൈറ്റിലേക്ക് വന്നു, ടാൻ ആയി. ടാൻ പൈ ബൈ 4, ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ പറയൂ. ഇറ്റ്സ് ഈക്വൽ ടു
1 ആയി. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ 2x മൈനസ് എക്സും പ്ലസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x എക്സും മൈനസ് എക്സ് മൈനസ് 2 ഡിനോമിനേറ്റേഴ്സ് പോയി ഡിവൈഡ് ബൈ മൈനസ് 4 പ്ലസ് 1 minus 3 equal to 1. Again plus x minus x cancel ചെയ്തു. ഇനി ഇവിടെ x square plus x square 2x square. 2x square minus 4 divided by minus 3 equal to 1. ഇനി minus 3 right ൽ പോട്ടെ. 2x square minus 4 equal to minus 3 into 1 is minus 3. 2x square equal to minus 4 right pote 4 minus 3 is equal to 1. So x square equal to 1 by 2. X is equal to 1 by root 2. X equal to 1 by root 2. And then root. അപ്പോൾ ഇവിടെ വാല്യൂസ് അതായത് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ π/4 ആണ് കിട്ടുന്നത് ഈ വാല്യൂസ് ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ പോസിറ്റീവ് വാല്യൂ x is equal to 1 by root 2 എന്ന വാല്യൂ എടുത്തത്. റെഡി? തീർന്നോ? ടീച്ചർ. ഓക്കെ. Okay, next find the values of each of the expressions. നോക്കാം. അതിൽ 16 നോക്കാം. Sin inverse sin 2π/3. Sin inverse of sin 2π/3. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ ഫംഗ്ഷൻ ഇൻറ്റു ഇൻവേഴ്സ് അല്ലെ ഇൻവേഴ്സ് ഫംഗ്ഷൻ വന്നാൽ അതങ്ങ് കളഞ്ഞ് നമുക്ക് എലമെന്റ് കിട്ടും എന്നാൽ നമുക്ക് ഇത് ചാടിയ ഈ 2π/3 എന്ന് പറയാം. വാല്യൂ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇൻവേഴ്സ് ആണ്. അപ്പൊ അതിന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ കിടക്കണം ആംഗിൾ. മനസ്സിലായില്ലേ? 2π/3 എന്ന ആംഗിൾ അതിനകത്ത് വരില്ല. -π/2 π/2 ആണ് സൈനിന്റെ ബ്രാഞ്ച്. അപ്പൊ അതുകൊണ്ട് ആംഗിളിനെ നമ്മളൊന്ന് അതിനകത്തോട്ട് ആ ഇന്റർവെല്ലിലേക്ക് കൊണ്ടുവരണം ആദ്യം. മനസ്സിലാവുന്നുണ്ടോ? -90 to 90 ഉള്ളിലായിട്ട് വരണം. ഇത് നോക്കാം. ഈ സൈൻ മെയിൻ സ്റ്റെപ്പിൽ എഴുതാതെ സൈഡിൽ നമുക്ക് അത് sin 2π/3 എടുത്തിട്ട് അതിനെ sin of π minus π/3 എന്ന് എഴുതാം. നോക്കൂ, 3π minus π/3 2π/3 അല്ലേ അത്? sin 2π/3 പൈയിൽ നിന്ന് π/3 മൈനസ് ചെയ്താൽ നമുക്ക് 2π/3 കിട്ടില്ലേ? കിട്ടുമോ? അപ്പൊ എങ്ങനെ എഴുതാം? ഇനി sin π മൈനസ് തീറ്റ എന്താണ്? sin തീറ്റ or sin π മൈനസ് x is sin x ആണല്ലോ, സെക്കൻഡ് ക്വാഡ്രന്റ്. So it is sin π/3. Same as sin π/3. അപ്പൊ നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ വാല്യൂ കൊടുക്കാം. It is sin inverse sin π/3. അപ്പൊ ഓക്കെ ആയി, ഇന്റർവെൽ വന്നു. So it is equal to π/3. Sin inverse sin പോയി, angle is π/3. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ബ്രാഞ്ചിനകത്തോട്ട് ആംഗിളിനെ കൊണ്ടുവരിക. എന്നിട്ട് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും അങ്ങ് പോയിട്ട് എലമെന്റ് കിട്ടും എന്ന കോൺസെപ്റ്റില് നമുക്ക് പറയാം.
Next. Tan inverse tan 3 pi by 4. Tan inverse tan 3 pi by 4. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് tan inverse tan 3 pi by 4 എന്ന് പറയണമെങ്കിൽ ആ ആംഗിൾ tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായിരിക്കണം, വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം. ടാന്റെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ -π/2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഇത് ഈ 3 pi by 4 നമുക്ക് ആ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരണം. അപ്പോ tan 3 pi by 4 tan pi minus pi by 4 pi minus pi by 4 ആണ്. pi minus pi by 4 എന്താണ് പറയൂ? tan pi by 4 sin minus tan pi by 4 minus tan pi by 4 ആണ്. ഇനി നെഗറ്റീവ് നമുക്ക് ആംഗിളിലേക്ക് എടുക്കാം. tan minus pi by 4 minus pi by 4 tan minus theta minus tan theta അല്ലേ? ഇപ്പൊ നമുക്ക് -45 ഇൻ ബിറ്റ്വീൻ -90 വന്നു ആംഗിൾ. അപ്പൊ അത് അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. tan ഇൻവേഴ്സ് tan minus pi by 4 that is equal to minus pi by 4. Minus pi by 4. ഓക്കെ, ഇപ്പൊ ആ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ വാല്യൂ ബ്രാഞ്ചിന്റെ റെലവൻസ് മനസ്സിലായില്ലേ? ഇങ്ങനെ അത് ഇമ്പോർട്ടന്റ് ആണ് ആൻസർ നോക്കുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് sorry, 18th question. നോക്കൂ, tan of sin inverse 3 by 5 plus cot inverse 3 by 2. Okay, cot inverse 3 by 2. ഇതില് tan of sin inverse 3 by 5 plus ഈ cot inverse 3 by 2 നെ നമുക്ക് tan inverse എന്തെന്ന് എഴുതാം? 2 by 3. അതും ഇന്നലെ നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അതായത് cot inverse 1 by x is tan x. ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുത്താല് cot inverse tan inverse ആവും. tan inverse x ആണെങ്കിൽ നമുക്ക് അതിനെ cot inverse 1 by x എന്ന് എഴുതാം. tan cot റെസിപ്രോക്കൽസ് ആയതുകൊണ്ടാണ് ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരും. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് അത്. അപ്പൊ നമ്മൾ cot inverse 3 by 2 നെ എങ്ങനെ എഴുതി? tan inverse 2 by 3 റെസിപ്രോക്കൽ ആക്കി എഴുതി. ഇനി നോക്കാം, ഇവിടെ നമുക്കിപ്പോ രക്ഷയൊന്നുമില്ല. ഈ sin inverse 3 by 5 നെ മാറ്റണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ sin inverse 3 by 5 x ആണെന്ന് വിചാരിക്കാം. ഇത് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ് ടേമിനെ. അപ്പൊ നമുക്ക് sin x എന്താവും? ഈ ടേം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇങ്ങനെ വെച്ച് സിംപ്ലിഫിക്കേഷൻ നടക്കില്ല. sin inverse 3 by 5 ന് നമ്മൾ x കൊടുത്തു. then sin x equal to 3 by 5. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു റഫ് ആയിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ
എടുത്തിട്ട് അതിൽ x എന്നൊരു ബേസ് ആംഗിൾ കൊടുക്കുക. എന്നിട്ട് അതില് sin x ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3 കൊടുക്കുക, ഹൈപ്പോട്ടന്യൂസ് ഇസ് 5, ഈ വാല്യൂ. അപ്പോൾ ഇത് എത്രയായിരിക്കും പറയൂ? ബേസ് 4 ആയിരിക്കും. ഇതിൽ നിന്ന് അപ്പൊ നമുക്ക് ഇതിനെയാണ് നമ്മള് x എന്ന് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ x ഫസ്റ്റ്. ഇതിൽ നിന്ന് tan x പറയൂ. tan x എത്ര? 3/4. 3/4. Then what is x? tan inverse. കേൾക്കുന്നില്ല. ഈ സെക്കൻഡ് ടേം tan inverse 2/3 ആയതുകൊണ്ട് tan inverse 2/3 ആയതുകൊണ്ട് സെക്കൻഡ് ടേം tan inverse 2/3 ആണ്. tan inverseലേക്ക് മാറ്റുകയാണ് നമ്മൾ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ x ഈക്വൽ ടു tan inverse 3/4. x കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്താല് ഇറ്റ് ഈസ് tan inverse 3/4 പ്ലസ് tan inverse 2/3 എന്നായി. ഇനി നോക്കൂ, ഇത് tan inverse x plus tan inverse y ആയി. tan inverse x plus y 3/4 plus 2/3 by 1 minus xy 3/4 into 2/3 എന്ന് എഴുതാം നമുക്കതിനെ. That is equal to tan inverse 12 LCM 9 plus 8 divided by 12 minus 6 by 12. 12 denominators cancel ചെയ്തു. It is tan inverse 17 divided by 6. 17 divided by 6. tan ഇനി tan inverse ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ എലമെന്റ് ഇത് കിട്ടും, ഈ വാല്യൂ കിട്ടും. 17/6. Answer is 17/6. ഓക്കെ. അപ്പൊ ഇനി ഇതില് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ 2 ഒബ്ജക്റ്റീവ്. അപ്പോൾ 19, 20, 21 നിങ്ങൾ ചെയ്യുക. നമ്മള് അതായത് 19, 20 and 21 അതോടെ നമ്മളത് ടോപ്പിക് തീരുകയാണ്. ഓക്കെ.